ഈ സ്വർണ്ണമോഷണത്തിൽ ഏറ്റവും പ്രധാനിയാണ് KS ബൈജു. കാരണം തിരുവാഭരണ കമ്മീഷണറാണ്. ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മൂല്യമുള്ള എല്ലാ വസ്തുക്കളുടെയും ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളികൾ അത് ചെമ്പ് തകിടാണെന്ന് രേഖപ്പെടുത്തിയ വ്യാജ മഹസറുണ്ട്. ആ മഹസറിൽ ഒപ്പുവെക്കാതെ മാറി നിന്ന ആൾ കൂടിയാണ് തിരുവാഭരണ കമ്മീഷണറായ ബൈജു. മാത്രവുമല്ല, അന്ന് സ്മിത്ത് പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് മറ്റൊരു കാര്യം പുറത്തു വന്നത് കട്ടിളപ്പാളിയാണ്. കട്ടിളപ്പാളിയും അവിടെ നിന്നും എടുത്ത് മാറ്റുമ്പോൾ അത് സ്വർണ്ണത്തകിടല്ല ചെമ്പ് തകിടാണെന്ന് മഹസറിൽ രേഖപ്പെടുത്തി. അന്ന് പക്ഷേ ബൈജു ഉണ്ടായിരുന്നു. ആ ബൈജുവിൻ്റെ സാന്നിധ്യത്തിലാണ് ആ തട്ടിപ്പ് നടന്നത്. അങ്ങനെ ഇതിനൊക്കെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ബൈജു എന്ന ഈ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അറസ്റ്റിലാകുന്നു. ഉദ്യോഗസ്ഥനായിരിക്കെ നടത്തിയ തട്ടിപ്പ് ഗൂഢാലോചനയിലെ പ്രധാനി കൂടിയായി ബൈജു മാറുന്നു. അതുകൊണ്ട് അന്വേഷണ സംഘം നടത്തിയത് ഏറ്റവും നിർണായക നീക്കമാണ്. ഇനി ഭരണസമിതിയിലേക്കാണ് അന്വേഷണ സംഘത്തിൻ്റെ പോക്ക് എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇനി ബൈജു അന്വേഷണ സംഘത്തിന് മുന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയും? കാരണം ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബു അടക്കം അറസ്റ്റിലായ ഓരോ ഉദ്യോഗസ്ഥന്മാരും ഈ ഇടനിലക്കാരനടക്കം നൽകിയ വിവരങ്ങൾ, ഒപ്പം അന്വേഷണ സംഘം ശേഖരിച്ച ഏറ്റവും പ്രധാന തെളിവുകൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ ഈ തിരുവാഭരണ കമ്മീഷനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഇനി വാസുവിനെ എപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം ലഭിക്കാൻ ഏറെ കാത്തിരിക്കേണ്ടി വരില്ല. ഏതായാലും ഇപ്പോൾ വഞ്ചിയൂർ ഈ പേട്ടയിലെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസ്, ഈ ഓഫീസിനകത്താണ് ഇപ്പോൾ ബൈജു ഉള്ളത്. നേരത്തെ വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി നേരെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ നിർണായകമായിരിക്കും. കാരണം ഹൈക്കോടതി ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ വൈകിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അറസ്റ്റുകളും ഉടൻ തന്നെ ഉണ്ടാകും എന്ന് വേണ്ടേ കരുതാൻ? ഉറപ്പായും സുജയ, കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ സമയം തീരെയില്ല. മാത്രമല്ല കോടതി ഭരണസമിതിയെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ചോദ്യങ്ങളിലേക്കും കടക്കുന്നത്. ആദ്യം പോറ്റിയെ പിടിക്കുന്നു, പിന്നാലെ മുരാരി ബാബുവിനെ പിടിക്കുന്നു, എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷിനെ പിടിക്കുന്നു. ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരനായ തിരുവാഭരണം കമ്മീഷണർ എന്നാൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്വത്തുക്കളുടെ എല്ലാം ചുമതലയുള്ള ആൾ എന്നാണ് ആ പദവിയുടെ അർത്ഥം. ഏതൊരു സാധനവും നീക്കണമെങ്കിലോ അത് കൈകാര്യം ചെയ്യണമെങ്കിലോ അതെല്ലാം തിരുവാഭരണം കമ്മീഷണറുടെ ചുമതലയിലായിരിക്കണം. പക്ഷേ 2019 ജൂലൈ 19 20 ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പാളികൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള അന്നത്തെ നടപടികൾ നടക്കുന്ന സമയത്ത് ആ പരിസരത്തെവിടെയും KS ബൈജു ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. KS ബൈജു ബോധപൂർവം വരാത്തതാണ് എന്ന നിഗമനത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. പക്ഷേ എന്നിട്ടും അതിന്റെ മഹസറിൽ KS ബൈജുവിന്റെ പേര് എഴുതി ചേർക്കുന്നു. ബൈജുവിന്റെ സാന്നിധ്യത്തിലാണ് ചെയ്തതെന്ന് എഴുതി ചേർക്കുന്നു. അതിന്റെ താഴെ മഹസറിൽ ഒപ്പിട്ടവരുടെ പേരിൽ പക്ഷേ ബൈജുവിന്റെ ഒപ്പുമില്ല എന്നുള്ളതാണ്. ഈ വാർത്ത ആദ്യം പ്രേക്ഷകരുടെ മുന്നിലേക്ക് മഹസർ സഹിതം എത്തിച്ചത് റിപ്പോർട്ടറാണ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, KS ബൈജു ഈ പറയുന്ന കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്തും അതേപോലെ തന്നെ ദ്വാരപാലക വിഗ്രഹത്തിലെ പാളികൾ ഇളക്കി കൊണ്ടുപോകുന്ന സമയത്തും അവിടെ ദേവസ്വം കമ്മീഷണറായിരുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. ഇതിന്റെ എല്ലാം ചുമതലയുള്ള വ്യക്തി നേരിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തിലാണ് അങ്ങോട്ടേക്ക് തീരെ പോകാതെ ആ മഹസറിൽ പോലും ഒപ്പിടാതെ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നുള്ളത് KS ബൈജുവിന് കൊടുക്കാണ്. ഇതെല്ലാം ഡോക്യുമെന്റൽ എവിഡൻസ് ആയതുകൊണ്ട് മറ്റ് കേസുകളെ പോലെ തള്ളിപ്പോകാനുള്ള സാധ്യതയും ഇല്ല എന്നുള്ളതാണ് സുജയ ഈ കേസിന്റെ പ്രത്യേകത. ഈ കേസ് വളരെ വ്യക്തമായി കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിലെ വിചാരണയിൽ ഇവരെല്ലാവരും ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത തന്നെയാണ് തെളിവുകൾ അനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നത്. കാരണം ഓരോന്നിനും ഡോക്യുമെന്റുകളുണ്ട്. ആദ്യം പിടികൂടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, പിന്നീട് മുരാരി ബാബുവിനെ, സുധീഷ് കുമാറിനെ, ഇതാ ഇപ്പോൾ ഈ പറയുന്നത് പോലെ KS ബൈജുവിനെ, ഇനി അടുത്തത് ഉറപ്പായും N വാസുവിനാണ്. 2019 ഫെബ്രുവരി മുതൽ 2018 ഫെബ്രുവരി മുതൽ 2019 മാർച്ച് 14 വരെ ദേവസ്വം കമ്മീഷണറായ N വാസുവിന്റെ കാലത്താണ് ഒരുപാട് ക്രമക്കേടുകൾ അവിടെ നടന്നിരിക്കുന്നത്. മാത്രമല്ല ചരിത്രത്തിലാദ്യമായി ഒരു ഉദ്യോഗസ്ഥനായി ദേവസ്വം കമ്മീഷണറായിരുന്ന ആളെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി അന്നത്തെ സർക്കാർ നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി 2019 നവംബർ 15 N വാസു ചുമതലയേറ്റു. അടുത്തത് N വാസുവിലേക്ക് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത്. അതേത് നിമിഷവും പ്രതീക്ഷിക്കാം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു തവണ ചോദ്യം ചെയ്തത്. വാസുവിൽ നിന്ന് കിട്ടാനുള്ളത് പ്രത്യേക അന്വേഷണ സംഘം എടുത്തു കഴിഞ്ഞു. ഒരു കാരണവശാലും ഇതിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. അന്വേഷണത്തിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ കഴിയില്ല. കാരണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടമായതുകൊണ്ട് തന്നെ
തന്നെ ഇടയ്ക്കിടെ കോടതി പരിശോധിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും വീഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടായാൽ അത് ഹൈക്കോടതിയിൽ നേരിട്ട് മറുപടി പറയേണ്ട നിലയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം മാറും എന്ന കാര്യം നമുക്കൊപ്പം ഹരിമോഹൻ കൂടിയുണ്ട്. ഹരിമോഹൻ, ഈ സ്വർണ്ണപ്പാളി കൈമാറുന്ന വേളയിൽ അവിടെ ബൈജു ഉണ്ടായിരുന്നില്ല എന്നതാണ് ആദ്യം പുറത്തുവന്ന വിവരങ്ങൾ. ഇപ്പോൾ 2019 വിരമിച്ചയാൾ രണ്ട് കേസുകളിൽ 7ാം പ്രതിയും 2ാം പ്രതിയുമായി നാലാം പ്രതിയുമായി മാറുകയാണ്. 2 കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുൻ തിരുവാഭരണം കമ്മീഷണറുടേതാണ്. കൂടുതൽ പേരുകളിലേക്ക് ബൈജു വഴി എത്താൻ സാധിക്കുമെന്നാണോ അന്വേഷണ സംഘത്തിന്റെ SIT-യുടെ നിഗമനം? സുജയ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് ഒന്ന്, ദ്വാരപാലക പാളിയിലും കട്ടിളപ്പാളിയിലും ആണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ 2 എണ്ണത്തിലും കൃത്യമായി ഈ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന KS ബൈജുവിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് SIT-ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിൽ ആദ്യത്തെ കേസ്, അതായത് ദ്വാരപാലക പാളികൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായി കാണുന്നത്, ബോധപൂർവമായ വീഴ്ചയായി SIT കാണുന്നത്, അവിടെ ഈ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരിടത്ത് സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ രണ്ടാമത്തെ കേസിൽ, അതായത് കട്ടിളപ്പാളികൾ കൈമാറുന്ന സമയത്ത് അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മാത്രമല്ല KS ബൈജുവിന്റെ നേതൃത്വത്തിലാണ് അന്ന് മഹസർ തയ്യാറാക്കിയതും. ആ മഹസറിനകത്ത് സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മഹസർ തയ്യാറാക്കിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് KS ബൈജുവിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള പിശക് സംഭവിച്ചിട്ടുണ്ട്, വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ബോധപൂർവമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് SIT-യുടെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചനയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇയാൾ കൃത്യമായി പങ്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇയാൾ പങ്കാളിയായിട്ടുണ്ടോ എന്നുള്ളതാണ് SIT-യുടെ സംശയം. ഇതുവരെയുള്ള അന്വേഷണ പ്രകാരം അത് ഇതിനെക്കുറിച്ച്, ഈ ഗൂഢാലോചനയെക്കുറിച്ച്, ഈ കവർച്ചയ്ക്കുള്ള ശ്രമത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നത് കൊണ്ടാണ് KS ബൈജു ആദ്യഘട്ടത്തിൽ, അതായത് ദ്വാരപാലക പാളികൾ കൈമാറുന്ന സമയത്ത് മാറി നിന്നത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ മാത്രമായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ കട്ടിളപ്പാളിയിലെ കേസ് കൂടി പരിശോധിക്കുമ്പോഴാണ് ഇതിനകത്ത് കൃത്യമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ്, ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ആളാണ് KS ബൈജു എന്നുള്ളതാണ് SIT ഒരു നിഗമനമായി ഇപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത് മറ്റു പ്രധാനപ്പെട്ട ആളുകൾ, അതായത് തിരുവാഭരണ കമ്മീഷണർ എന്നുള്ള നിലയ്ക്ക് KS ബൈജുവിന് ഉദ്യോഗസ്ഥ ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടാകും. സ്വാഭാവികമായിട്ടും ഭരണസമിതിക്ക് ഇതിനകത്തുള്ള ഇടപെടലിനെ കുറിച്ച് പറയാനുണ്ടാകും. മറ്റേതെങ്കിലും തരത്തിലുള്ള ഉന്നത ബന്ധങ്ങൾ ഇതിനകത്തുണ്ടോ, അല്ലെങ്കിൽ കവർച്ചയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് KS ബൈജുവിന് പറയാനുണ്ടാകും എന്ന് തന്നെയാണ് SIT കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ, വളരെ രഹസ്യഭാവത്തിൽ തന്നെ ഈ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ